കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 14 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചനാശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധരാക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യം, മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവം മനുഷ്യനാവശ്യമായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ നമ്മൾ അറിഞ്ഞ് ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒന്നിനും ഒരു കുറവും വരില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി പേർക്ക് അവരുടെ മനസ്സിലുള്ളൊരു സംശയമാണ്, എനിക്ക് ആവശ്യത്തിന് നിലയും വിലയും ഉണ്ടോ? അതോ ഞാൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തി, എന്നെ ആരും വേണ്ടത്ര പരിഗണിക്കുന്നില്ല, ഞാൻ കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ കറങ്ങി നടക്കുന്നു, അതല്ലാതെ ലോകം എന്നെ ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ? കുടുംബം എന്നെ ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, ദൈവം ചെയ്തത് തൻ്റെ തന്നെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ആവശ്യത്തിലേറെ നിലയും വിലയുമുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വിലയുണ്ട്. ദൈവം നമുക്ക് വില കൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ പ്രിയപ്പെട്ടവരാണ്, അംഗീകരിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് നാം. ഇതെല്ലാമാണ് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. പറയുന്നുണ്ട്, ജീവിത പങ്കാളി നമ്മളെ ഏത് രീതിയിൽ കണ്ടാലും അവിടം കൊണ്ട് ഒതുങ്ങിപ്പോകാതെ എൻ്റെ ദൈവം എനിക്ക് വില കൽപ്പിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമതൊരു കാര്യം, നമുക്ക് സൗഹൃദത്തിന് സാധ്യതയുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവർ പറഞ്ഞൊരു കാര്യം, നമുക്കൊരു ഹൃദയമുണ്ട്. ശരിയല്ലേ? നമുക്ക് ശരീരം മാത്രമല്ല, ഹൃദയമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു മനസ്സുണ്ട്, ഒരാത്മാവുണ്ട്. ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൃദയം. അതെന്തിനു വേണ്ടിയാണ് എന്ന് ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യ പഠിപ്പിച്ചിരിക്കുന്ന കാണാൻ പറ്റും. സ്നേഹിക്കാൻ വേണ്ടിയുള്ളതാണ് ഹൃദയം. പറയുന്നത് നമുക്ക് സ്നേഹിക്കാം. അതാണ് ഈ വിശുദ്ധ പറഞ്ഞത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദം നമുക്ക് വളരെ ആവശ്യമാണ്. നല്ല സുഹൃത്തുക്കളുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഏത് ബാധിരായിക്കും ഏത് രീതിയിലും
ഓടിച്ചെന്നവരെ സഹായിക്കാനായിട്ട് തയ്യാറാകും. കോടികൾ ബാങ്കിൽ കിടപ്പുണ്ടെങ്കിലും, ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, നല്ല സുഹൃത്തുക്കളില്ലെങ്കിൽ ഇങ്ങനെയൊരു സഹായം നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ നല്ല സൗഹൃദം, അതിൻ്റെ വില എത്ര വലുതാണ് എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ കണ്ടു, ആദ്യ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ നേട്ടം ദൈവവുമായിട്ടുള്ള ആ സൗഹൃദം. അവർ ദൈവത്തോടൊപ്പം മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക് ഇതൊക്കെ നടത്തുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവവുമായിട്ടുള്ള ആ സൗഹൃദം ഇത് നമുക്കും സ്ഥാപിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതൊരു കാര്യം കൂടി ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്കറിയാമല്ലോ, ഏദൻ തോട്ടം ഏൽപ്പിച്ചത്, ഏദൻ തോട്ടം ദൈവം അവർക്ക് എഴുതി കൊടുക്കുകയല്ല ചെയ്ത്. അവരുടെ പേരിലുള്ള പത്രമേനി കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഏദൻ തോട്ടം അവരെ ഏൽപ്പിച്ചത് അത് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ഉത്തരവാദിത്തമുള്ള ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഉത്തരവാദിത്വത്തോടുകൂടി അത് ചെയ്യാൻ, നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു കാര്യമാണ് നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മൾ കണ്ടു, ഇഷ്ടം പോലെ നല്ല സ്വാദുള്ള, ഗുണമുള്ള, ഇഷ്ടം പോലെ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. ഒക്കെ പറിച്ച് ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം മാത്രം കർത്താവ് പറഞ്ഞു, ഒരു വൃക്ഷം, അത് അറിവിൻ്റെ വൃക്ഷം, അതിലെ ഫലങ്ങൾ നിങ്ങൾ പറിച്ച് ഭക്ഷിക്കരുത്. അത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, നിയമാവർത്തന പുസ്തകം 30:15 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നീ നന്മ ചെയ്താൽ ജീവനുണ്ടാവും, തിന്മ ചെയ്താൽ മരണം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഫ്രീഡം തന്നിട്ടുള്ളതുകൊണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് കൊണ്ട് ഉത്തരവാദിത്വമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇല്ലെങ്കിൽ അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷഭാഗമോ ശരിക്കും ഈ വിശുദ്ധിയെക്കുറിച്ചൊക്കെ നമുക്ക് ശരിയായ അറിവുണ്ടാകണം. ഭക്തിയെക്കുറിച്ച് ശരിയായ അറിവ് നമുക്കുണ്ടാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. ചിലരുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതാണ് പ്രാർത്ഥന, അതാണ് ഭക്തി, ഇതാണ് ആത്മീയത, അങ്ങനെയൊക്കെ ചിന്തിച്ചേക്കാം. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവയ്ക്ക് ഒരാളെ അശുദ്ധനാക്കാൻ പറ്റൂ. കാരണം ഒരു കെട്ട് സാധനങ്ങളാണ് ഇന്ന് സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ടത്. ഇനി അതിൽപ്പെട്ടതെല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ, ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്നില്ല. ഹൃദയം അശുദ്ധമാണെങ്കിൽ നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ പെരുമാറ്റവും അതെല്ലാം അശുദ്ധമായിട്ട് മാറും. നമ്മൾ ഭക്ഷിക്കുന്നതോ പാനം ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മളെ അശുദ്ധരാക്കുന്നത്. കാരണം അത് ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല. ഹൃദയവും മനസ്സുമായിട്ട് അതിന് വലിയ കണക്ഷനൊന്നുമില്ല. ഉദരത്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിലാണേലും ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്. നമുക്ക് വേണ്ടത് ഭക്തിഭ്രാന്തല്ല, ഭക്തി വേണം. ഭക്തിഭ്രാന്ത് ഇന്ന് ചിലർക്ക് ഭക്തിഭ്രാന്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിലുള്ളവർക്ക് അവർക്ക് ഗതികെട്ട ഒരു ജീവിതമായിരിക്കാം ചിലപ്പോൾ ഒരാളുടെ ഭക്തിഭ്രാന്ത് സമ്മാനിക്കുന്നത്. ഭക്തിഭ്രാന്തുകാരെ പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ചെറിയൊരു അംശമേ ഉള്ളൂ ഭക്തി, ബാക്കിയൊക്കെ ഭ്രാന്ത. അതല്ല നമുക്ക് വേണ്ടത്. ഈ സുഭാഷിതങ്ങൾ 8:13 വായിച്ചാൽ യഥാർത്ഥ ഭക്തി എന്താണെന്ന് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് തിന്മയെ വെറുക്കുന്നത്. അത് ഒരു ലിസ്റ്റ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം,
ഈ പാപങ്ങൾ ചെയ്യാതെ കണ്ട് ജീവിക്കണം, പാപരഹിത ജീവിതം നയിക്കണം. അതാണ് ശരിക്കുള്ള ഭക്തി. അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഭക്തി. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വികാരജീവികളാകുന്നതിനേക്കാൾ കുറച്ചുകൂടെ ആത്മീയരായിട്ട് മാറാൻ പരിശ്രമിക്കാം. അതിനൊരു താല്പര്യവും പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ ആത്മീയത കണ്ടെത്താൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഭക്തിഭ്രാന്താണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടെ താമസിക്കുന്നവർക്ക് പോലും അത് അസഹനീയമായിട്ട് മാറാം. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറണം. അതിനാവശ്യമായിട്ടുള്ള യഥാർത്ഥ ഭക്തിയിൽ, പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.